റൊമാൻറ്റിക് നായകനായി തുടങ്ങി ഒരു മാസ് ഹീറോയായി മാറി. പക്ഷേ രാഷ്ട്രീയത്തിനായി അദ്ദേഹം തന്റെ സിനിമാ ഇമേജ് മാത്രം ആശ്രയിച്ച് യാത്ര തുടങ്ങിയില്ല. പകരം സൗഹൃദപരമായ ഒരു പ്രതിച്ഛായയും അന്തരീക്ഷവും വളർത്തി. അതെ, ജനനായകൻ ഇനി ഭരണനായകൻ. തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രി, യുവജനം ഏറ്റെടുത്ത ജോസഫ് വിജയ്. തമിഴകം പിടിച്ചടക്കി വിജയ് കുതിക്കുകയാണ്. ഒരു വാട്ടി മുടിവ് പണിട്ട എൻ പേച്ച് നാനേ കേക്കമാട്ടൻ എന്ന വിജയിന്റെ പോക്കിരി സിനിമയിലെ ഡയലോഗും ഇപ്പോൾ ട്രെൻഡിങ്ങിലുണ്ട്. സിനിമാ താരങ്ങൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഭാഗ്യപരീക്ഷണത്തിന് ഇറങ്ങുന്നതും വിജയിച്ചും തോറ്റും കയറുന്നതും ആദ്യ സംഭവമല്ല. MGR, ജയലളിത തുടങ്ങിയവർ സംസ്ഥാനം ഭരിച്ച് ചരിത്രം സൃഷ്ടിച്ചവരാണ്. അതുപോലെ തന്നെ സിനിമയിൽ നിന്ന് രാഷ്ട്രീയ ഭാഗ്യപരീക്ഷണത്തിന് ഇറങ്ങിയവരാണ് കമൽഹാസനും രജനീകാന്തും. എന്നാൽ ഇരുവർക്കും തങ്ങളുടെ ആരാധക പിന്തുണയെ രാഷ്ട്രീയ വിജയമാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. അവിടെയാണ് വിജയുടെ രാഷ്ട്രീയ പ്രവേശനവും തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കന്നിപ്പോരാട്ടത്തിലെ മിന്നും പ്രകടനവും ശ്രദ്ധ നേടുന്നതും ചരിത്രമാകുന്നതും. നടൻ വിജയുടെ രാഷ്ട്രീയ അരങ്ങേറ്റം ദളപതി എന്ന പേരിൽ എല്ലാ സിനിമാ ആരാധകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ ആ ആരാധന രാഷ്ട്രീയത്തെ ശക്തമായി മാറ്റിയതാണ് ഇന്നത്തെ വലിയ ചർച്ച. 2024 ഫെബ്രുവരി 2-നാണ് തമിഴക വെട്രിക്കഴകം വിജയ് ആരംഭിച്ചത്. TVK എന്നത് ഒരു തിടുക്കപ്പെട്ട തീരുമാനത്തിന്റെ ഫലമല്ല, അത് വർഷങ്ങളായി പാകപ്പെട്ട ഒരു സാമൂഹിക രാഷ്ട്രീയ പ്രക്രിയയുടെ ഫലമാണ്. 2009 രൂപം കൊണ്ട വിജയ് മക്കൾ ഇയക്കമാണ് വിജയുടെ രാഷ്ട്രീയ യാത്രയുടെ അടിത്തറ എന്ന് വേണമെങ്കിൽ പറയാം. സ്വന്തം ആരാധക ലോകത്തെ ഒരു സാമൂഹ്യ സംഘടനയായി മാറ്റിയ അദ്ദേഹം ആ നീക്കം പിന്നീട് രാഷ്ട്രീയ മൂലധനമായി മാറി. തുടക്കത്തിൽ സമൂഹവുമായി നേരിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, രക്തദാന ക്യാമ്പുകൾ, പഠന സഹായങ്ങൾ എന്നിവ നടത്തി. ആ ബന്ധങ്ങൾ വിജയ് എന്ന രാഷ്ട്രീയക്കാരന് ഏറ്റവും വലിയ നേട്ടം സമ്മാനിച്ചു. തമിഴ്നാട്ടിൽ ആയിരക്കണക്കിന് യൂണിറ്റുകൾ ഉണ്ടാക്കി. അതിലൂടെ സാധാരണ സിനിമാ താരങ്ങൾക്ക് സാധിക്കാത്ത ജനകീയ ബന്ധം വിജയ് ഉറപ്പിച്ചു. അങ്ങനെ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് പിന്നീട് വോട്ടുകളായി മാറിയത്. ഇവിടെ നാം പരാമർശിക്കുന്ന ഒരു പേരുണ്ട്, MG രാമചന്ദ്രൻ എന്ന മഹാനടന്റേത്. തമിഴ് സിനിമയിൽ MGR സൃഷ്ടിച്ച ജനങ്ങളുടെ രക്ഷകൻ എന്ന പ്രതിച്ഛായ വലുതാണ്. അത് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ വിജയകരമായ കളമൊരുക്കി. അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം 1972-ലാണ് അദ്ദേഹം രൂപീകരിച്ചത്. പിന്നീട് പാർട്ടി അധികാരത്തിലെത്തുകയും ചെയ്തു. MGR അങ്ങനെ 1977 മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. ഇതിലെ ചില രീതികൾ വിജയിലും കാണാം. പക്ഷേ ഇവിടെയുള്ള പ്രധാന വ്യത്യാസം എന്തെന്നാൽ വിജയ് കടന്നുവരുന്നത് ശക്തമായ പാർട്ടികളും സഖ്യങ്ങളും നിറഞ്ഞ ഒരു മത്സരം കച്ചകെട്ടിയിരിക്കുന്ന രാഷ്ട്രീയത്തിലേക്കാണ്. ഇനി കമൽഹാസന്റെ അനുഭവങ്ങളുമായി വിജയുടെ രാഷ്ട്രീയ യാത്രയെ നോക്കിയാൽ അവിടെയും മാറ്റമുണ്ട്. കമൽഹാസൻ 2017-ലാണ് മക്കൾ നീതിമയ്യം ആരംഭിച്ചത്. താരത്തിന് ജനപ്രീതി ഉണ്ടായിരുന്നു, പക്ഷേ ആ സ്വീകാര്യത വോട്ടുകളാക്കി മാറ്റാൻ കമലിന് സാധിച്ചില്ല. പക്ഷേ വിജയ് അതേ പാത ആവർത്തിച്ചില്ല. തുടക്കത്തിലെ ശക്തമായ സംഘടനാപരമായ അടിത്തറ വിജയ് സൃഷ്ടിച്ചു. സിനിമയിൽ നിന്ന് മാറി നിൽപ്പ് പ്രഖ്യാപിച്ച് മുഴുവൻ സമയം രാഷ്ട്രീയത്തിലേക്കാണെന്ന സന്ദേശം വോട്ടർമാർക്ക് നൽകി. പക്ഷേ സിനിമാ ജീവിതത്തിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ ആരംഭിച്ച രാഷ്ട്രീയ യാത്ര സിനിമ പോലെയല്ലായിരുന്നു വിജയ്ക്ക്. വലിയ വിവാദങ്ങളും വിജയുടെ യാത്രയിൽ പങ്കുവച്ചു. വാർത്തകളിൽ ആദ്യം പാർട്ടി പ്രഖ്യാപനം, പിന്നാലെ ആദ്യ പൊതുയോഗം, അവിടെ എല്ലാവരെയും ഞെട്ടിച്ച വൻ ജനപങ്കാളിത്തം, ഒപ്പം സൂപ്പർ സ്റ്റാറിന്റെ സിനിമാ സ്റ്റൈൽ ഡയലോഗുകളും, അതിൽ DMK കടന്നാക്രമിക്കാത്ത നിലപാടുകൾ. പിന്നീട് അതിനെതിരെ വിമർശനവും ഉയർന്നു. അതിൽ തളർന്നില്ല. പിന്നീട് വിജയ് അംഗം തുടങ്ങി. സ്റ്റാലിനെ തന്നെ ഉന്നമിട്ട് വിമർശനങ്ങൾ ഉന്നയിച്ചു. DMK രാഷ്ട്രീയ എതിരാളിയാണെന്നും BJP ആശയപരമായ എതിരാളിയാണെന്നും വ്യക്തമാക്കി. തുടർന്നുള്ള യോഗങ്ങളിൽ ജനങ്ങൾ കൂട്ടത്തോടെ ഒഴുകിയെത്തി. ഒടുവിൽ വൻ തിരിച്ചടിയായി കരൂർ ദുരന്തം. അന്ന് ജീവൻ നഷ്ടമായത് 41 പേർക്കാണ്. തുടർന്ന് ഏറെ വിമർശനങ്ങൾ ഉയർന്നു. പിന്നാലെ ഭാര്യ നൽകിയ വിവാഹമോചന ഹർജി, അതും വിജയ്ക്കെതിരെയുള്ള ചർച്ചകൾ സൃഷ്ടിക്കാൻ കാരണമായി. എന്തിന്, വിജയുടെ അവസാനത്തെ സിനിമയായ ജനനായകനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മറുവഴിക്കും വന്നു. എന്നാൽ ഇതൊന്നും വിജയിയോ അദ്ദേഹത്തിന്റെ പാർട്ടിയോ ഏശിയില്ലെന്നാണ് ബാലറ്റ് ബോക്സുകൾ വ്യക്തമാക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.